ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് മീശപ്പുലിമലയിലേക്ക് പോവുകയാണ്. ആക്ച്വലി നമ്മൾ ഓൾറെഡി മൂന്നാർ എത്തി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അവിടുന്ന് ജീപ്പ് വന്ന് നമ്മളെ പിക്ക് ചെയ്തു. ഇനി അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. യെസ്, നമ്മുടെ കൂടെ പാറു ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീപ്പ്. ആക്ച്വലി നമ്മൾ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. യെസ്, അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ വഴി കാണും. മൂന്നാർ ടൗണിൽ നിന്നും ഒരു 25 കിലോമീറ്റേഴ്സ് ഓഫ് ജീപ്പ് ട്രക്കിംഗ് ഉണ്ട് കേട്ടോ ഈ ഒരു മീശപ്പുലിമല ബേസ് ക്യാമ്പിലേക്ക്. ഒരുപാട് ഇയേഴ്സായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ ഈ ഒരു മീശപ്പുലിമല. സോ ഐ എം നോട്ട് എ സീ പേഴ്സൺ. എനിക്ക് മൗണ്ടെയിൻ ട്രക്കിങ്സ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ മൗണ്ടെയിൻസ് ആണ് ചൂസ് ചെയ്യാറ്. ആൻഡ് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ നിർത്തി. ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനായിരുന്നു. ആൻഡ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നിർത്തിയതായിരുന്നു. എല്ലാവരോടും പറയണം, എല്ലാവരും അറിയണം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ തല, എൻ്റെ ഫുൾ ബോഡി, എൻ്റെ ഫിഗർ. ആൻഡ് യെസ്, ഫൈനലി നമ്മൾ ബേസ് ക്യാമ്പിലെത്തി. അവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലഞ്ച് കഴിച്ചു. ലഞ്ച് വെജിറ്റേറിയൻ ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു വാട്ടർഫോൾ ട്രക്കിങ്ങിന് ഇറങ്ങിയതായിരുന്നു. ഈ ഒരു ട്രിപ്പിൻ്റെ തലേദിവസം കളക്ടർ എല്ലാ ക്യാമ്പിങ്സും ക്യാൻസൽ ചെയ്തതായിരുന്നു ഡ്യൂ ടു ഹെവി റൈൻ. ആൻഡ് ലാസ്റ്റ് മിനിറ്റിലാണ് ഇതൊന്ന് കൺഫേം ആയത്. അതുകൊണ്ട് തന്നെ ആ വാട്ടർഫോളിൻ്റെ അങ്ങോട്ട് എൻട്രി ഇല്ല. ബട്ട് എങ്കിൽ കൂടി ഒരു ജസ്റ്റ് ഫോറസ്റ്റ് ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. അതിൻ്റെ ദപ്പുറത്ത് കാണുന്നതാണ് വാട്ടർഫോൾ. ആക്ച്വലി വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല. ഹെവി ഫോൾ ആയതുകൊണ്ട് കുറച്ച് ഡേഞ്ചറാണ്. അതുകൊണ്ട് ഗൈഡ് ഇവിടം വരെയാണ് നമ്മളെ അലോ ചെയ്തുള്ളൂ. ദെൻ തിരിച്ചു വരുന്ന വഴിക്ക് ഇതേ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. ഇതിൻ്റെ പേര് ബുള്ളറ്റ് എന്നാണ്. സോ ഒരു ടൈപ്പ് ഓഫ് മാജിക് മഷ്റൂം ആണെന്നാണ് ഗൈഡ് പറഞ്ഞത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇവിടെ ഒരുപാട് ലീച്ചസ് ഒക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർ സോൾട്ടോ സാനിറ്റൈസറോ ലൈറ്ററോ ഒക്കെ ക്യാരി ചെയ്യുക. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ നല്ലൊരു ഫ്രെയിം കണ്ടു കേട്ടോ. അപ്പോൾ എഗെയിൻ ഞാൻ റീൽസൊക്കെ എടുക്കാനുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. ഈ ഒരു ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സിമ്മിനും റേഞ്ച് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സോഷ്യൽ ലൈഫിൽ നിന്നൊക്കെ മാറി ആ ഒരു ബിസി ലൈഫിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് എന്ന് പറയുന്ന പോലെ എന്തോ അട്ടയ്ക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു പാറുവിനെ. കാരണം ഈ ഒരു ട്രിപ്പിൽ പാറുവിനെ കടിച്ചത് 6-7 അട്ടയാണ്. ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിൽ അട്ടകടി കൊണ്ട് ഇനാഗ്രേഷൻ കഴിച്ചതും പാറു ആയിരുന്നു. പാവം പാറു. അങ്ങനെ ഒരു ഈവനിങ് ട്രക്കിന് ശേഷം നമ്മൾ തിരിച്ചെത്തി. ടീ ആൻഡ് സ്നാക്സൊക്കെ കഴിച്ചു. ആ ഒരു ക്യാമ്പിംഗ് സൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. നല്ല കോട ഇറങ്ങുന്നുണ്ടായിരുന്നു. ആൻഡ് ഡിന്നറൊക്കെ കഴിച്ചു. ഡിന്നറിന് പ്രൊവൈഡ് ചെയ്തത് ചപ്പാത്തി, ചിക്കൻ, റൈസ്, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു. ആർക്കും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ക്യാമ്പ് ഫയറിന് ചുറ്റും ഇരുന്ന് പാട്ടൊക്കെ പാടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പൊന്മണി ഉന്നീട്ട് സൗഖ്യമാണിങ്ക് സൗഖ്യമേ ഉന്നേന്നി പാർക്കയിൽ. ഒരു 10 o'clock വരെയാണ് നമുക്കവിടെ പാട്ടൊക്കെ വെച്ച് ഇതുപോലെ ക്യാമ്പ് ഫയറൊക്കെ വെച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബിക്കോസ് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് മൃഗങ്ങളൊക്കെ ഇറങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഫോണും നോക്കാൻ പറ്റത്തില്ല. 10 മണിയാകുമ്പോഴത്തേനും ഉറക്കവും വരില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ മണ്ടത്തരം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോർണിംഗ് 5:30 ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു 5 o'clock അലാം വെച്ചിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം എഴുന്നേറ്റ് ഫ്രഷപ്പായിട്ട് പോകണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ആൻഡ് യെസ്, ഗുഡ് നൈറ്റ്. മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു ഫ്രഷായി ചായ കുടിക്കുകയാണ്. ഇനിയൊരു 5 to 10 minutes നമ്മളിവിടെ നിന്ന് പോവും. ആൻഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 o'clock ആയി. ആൻഡ് യെസ്, ബാക്കി ഡീറ്റെയിൽസ് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ.
ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നായിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു ട്രിപ്പ് തന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് പിക്ക് ചെയ്ത് ഫുഡ്, സ്റ്റേ, എൻട്രി പാസ്, നെക്സ്റ്റ് ഡേ ഡ്രോപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മളിതേ മീശപ്പുലിമല നിയർ ബൈ റീച്ച് ആയിട്ടുണ്ട്. ഒരു 10 കിലോമീറ്റേഴ്സ് ഓഫ് ജീപ്പ് ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് എത്തിയിട്ടുള്ളത്. ഇനി ടോട്ടൽ 8 കിലോമീറ്റേഴ്സ് നടക്കണം അപ്പ് ആൻഡ് ഡൗൺ. വൺ സൈഡ് 4 കിലോമീറ്റർ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ നടന്നു തുടങ്ങിയെങ്കിലും ആക്ച്വലി വൺ സൈഡ് 8 കിലോമീറ്റേഴ്സിന് മേലെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. നടന്നിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. നോർമലി ഇവരൊരു 30 to 60 പീപ്പിൾസിനാണ് അറ്റ് എ ടൈം ക്യാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യാറ്. ഇതിങ്ങനെ ഷോർട്ട് നോട്ടീസിൽ കളക്ടർ ഒരു ഓർഡർ പറഞ്ഞതുകൊണ്ട് നമ്മളൊരു 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു റൂട്ടിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്റർ ഒരു പാക്കേജ് എടുത്ത് വരിക തന്നെയായിരിക്കും നല്ലത്. ബിക്കോസ് നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരിക്കും. അതർവൈസ് നമുക്ക് വഴി തെറ്റാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. മീശപ്പുലിമല സൗത്ത് ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടെയിൻ ആണ് കേട്ടോ. ഇറ്റ്സ് 8661 എബോവ് സീ ലെവൽ. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. നടന്ന് തീരെ വയ്യാതായി. പാറു എത്തിയോടെ തന്നെ അത് ഇങ്ങനെ പുല്ലിൽ കിടന്നു. അവൾ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ വിളിച്ചിട്ടും. അതിനുശേഷം വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ബാക്കി വ്യൂസ് കാണാൻ എഴുന്നേറ്റു. നിങ്ങൾ മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ചാർലി മൂവിയിൽ ദുൽഖർ പറഞ്ഞ ഈ ഒരൊറ്റ ഡയലോഗ് കൊണ്ടാണ് കേട്ടോ മീശപ്പുലിമല എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കയറി പറ്റിയത്. ഒരു കണക്കിന് ആലോചിച്ചാൽ കറക്റ്റല്ലേ? ഈ മീശപ്പുലിമലയെ മഞ്ഞ് പെയ്യുന്നതും മാജിക് മഷ്റൂമും കോട ഇറങ്ങുന്നതും അട്ടകടിയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അങ്ങേര് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പതുക്കെ അങ്ങ് പോവാന്നേ. എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മീ ടൈം ആവശ്യമല്ലേ? ഇഷ്ടമുള്ളത് കാണാനും കഴിക്കാനും ക്യാപ്ചർ ചെയ്യാനൊക്കെ ആയിട്ട്. പീക്ക് ടോപ്പിൽ നിന്ന് നമ്മൾ റിട്ടേൺ വരുന്നത് മറ്റൊരു വഴിയാണ് കേട്ടോ. അവിടെ ഇതുപോലെ ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. സോ അവിടുന്ന് നമ്മൾ വാട്ടർ ബോട്ടിൽസിലൊക്കെ വെള്ളം ഫില്ല് ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്കെന്തോ ഭയങ്കര മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. ഞാൻ എന്തൊക്കെയോ ചെയ്ത പോലെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഇടയ്ക്കൊക്കെ ടൈം കണ്ടെത്തണം. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഈ ഒരു ചെറിയ കുളം. ഇവിടെ ആനയും മറ്റു മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് വരാറുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. മുൻപ് പലതവണ മഷ്റൂംസ് കണ്ടിട്ടുണ്ടെങ്കിലും അതൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഇപ്പോഴാന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർലി ചായൻ പറഞ്ഞ മാജിക് മഷ്റൂം. ഇവിടങ്ങളിലൊക്കെ മസ്കാര എന്നാണ് പറയുക. നോർമലി പൈൻ ഫോറസ്റ്റ് ഏരിയാസിലൊക്കെയാണ് കേട്ടോ ഇത് കാണാനായിട്ട് സാധിക്കാം. അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല കൂൾ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ നമ്മളിത് അതിൻ്റെ കൂടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുത്തിട്ട് വന്നു. മീശപ്പുലിമലയുടെ ബെസ്റ്റ് സീസൺ നവംബർ, ഡിസംബർ, ജനുവരി ആണ് കേട്ടോ. ബട്ട് ഞാൻ പോയത് മൺസൂണിലാണെങ്കിലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അത് ഇവരെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പോസൊക്കെ ചെയ്തു തന്നു. ഇവിടുത്തെ നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു മോഡലാണ് തോന്നുന്നു. ചിന്നപ്പ്, ഷോൾഡർ ഡൗൺ, സ്മൈൽ, ഓക്കെ. മോർണിംഗ് 6 o'clock ഇറങ്ങിയ നമ്മൾ തിരിച്ചെത്തുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 12:30 PM കേട്ടോ. ദെൻ ലഞ്ച് കഴിച്ചു, ചെക്കൗട്ട് ചെയ്തു. അവരിത് നമ്മളെ തിരിച്ച് മൂന്നാർ ടൗണിലേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. മൂന്നാർ ടൗണിൽ നിന്ന് നമ്മൾ തിരിച്ച് കൊച്ചിയിലേക്ക് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ മീശപ്പുലിമല ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് എടുക്കണമെങ്കിൽ അവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് യെസ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ.